ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഒക്ടോബർ ബാച്ച് പബ്ലിക് എക്സാമിനേഷന് വന്നിട്ടുണ്ടായിരുന്ന സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആൻസർ കീ ഡിസ്കഷനിലൂടെ നിങ്ങൾ ഏകദേശം എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, എത്ര കറക്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുമോ അല്ലേ? കാരണം ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ കറക്റ്റ് ഉള്ള ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്താ വരുന്നത് ഇവിടെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് അല്ലെ. ഇവിടെ വന്നിരിക്കുന്നത് ട്രഡീഷണൽ കമ്മ്യൂണിറ്റീനെ ഡിക്ലൈൻ ചെയ്യാത്ത ഒരു റീസൺ ഇതിൽ നിന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ, മോഡേണൈസേഷൻ, കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ, അതുപോലെ ബ്രിട്ടീഷ് റൂൾ. ഈ നാലെണ്ണത്തിൽ നിന്ന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ ആണ് ഡയറക്ട്ലി എന്താണ് നമ്മളെ ഈ ഒരു ട്രഡീഷണൽ കമ്മ്യൂണിറ്റി സ്ട്രക്ചറിനെ ഡിക്ലൈൻ ചെയ്യുന്നതിൽ നിന്ന് അതിനെ കാരണമാകാത്തതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ ഇസ് ട്രഡീഷണൽ പ്രാക്ടീസ് ആൻഡ് ഡസ് നോട്ട് ഡയറക്ട്ലി ലീഡ് ടു ഡിക്ലൈൻ ഓഫ് കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സ് ആൻഡ് ലൈക്ക് മോഡേണൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പം കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? A special role to one's father sister is assigned by which kinship behavior എന്നുള്ളതാണ്. ഇവിടെ കിൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? അമിറ്റേറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി അമിറ്റേറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ കറക്റ്റ് ആയത്? അമിറ്റേറ്റ് റെഫേഴ്സ് ടു ദ സ്പെഷ്യൽ റോൾ ഓഫ് റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ടഡ് ടു വൺസ് ഫാദർ സിസ്റ്റർ ഇൻ സം കിൻഷിപ്പ് സിസ്റ്റംസ്. സോ അതുകൊണ്ട് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഗോൾ അച്ചീവ്ഡ് ബൈ സൊസൈറ്റി ത്രൂ എഡ്യൂക്കേഷൻ ഇസ്, എന്താണ് അതിനെ പറയുന്നത്? ടു സോഷ്യലൈസ് എന്നാണോ? ടു ഷേപ്പ് ഇൻഡിവിജ്വൽ അക്കോർഡിംഗ് ടു സോഷ്യൽ നീഡ്സ് എന്നാണോ? ടു ട്രെയിൻ ഫോർ സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഡി ഓൾ ഓഫ് ദ എബവ് ആണോ? ഇവിടെ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്. കാരണം ഗോൾ അച്ചീവ്ഡ് ബൈ സൊസൈറ്റി ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പം സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് എന്താ പറയാ? സോഷ്യലൈസ് എന്ന് വേണമെങ്കിൽ പറയാം, ഷേപ്പ് ഇൻഡിവിജ്വൽ അക്കോർഡിംഗ് ടു സോഷ്യൽ നീഡ്സ് എന്നുള്ളത് പറയാം, ടു ട്രെയിൻ സ്പെഷ്യലൈസ്ഡ് സ്കിൽ ടു ഫുൾഫിൽ സൊസൈറ്റീസ് നീഡ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ മൂന്നും ആപ്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഓൾ ഓഫ് ദ എബവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ചോദ്യം കാണുന്നുണ്ടല്ലോ. അതുപോലെ അതിന്റെ ഉത്തരം ഇതാണ് കേട്ടോ. സ്ക്രോൾ ചെയ്തപ്പോ സൈഡിലേക്കായി പോയതാണ്. ഇത് കാണുന്നുണ്ടല്ലോ. ഇനി അടുത്തത് നോക്കാം. നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം എന്താ വരുന്നത്? നാലാമത്തെ ചോദ്യം മിസ് വായിക്കാം. ഹ്യൂമൻ പോവർട്ടി can be measured on the basis one out of three elements element of human life, find the odd എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് പെടാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. മെറ്റീരിയൽ വെൽത്ത് ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം എന്താ വരുന്നത്? In sociology, the meaning of institution is different. Which of the following is not a sociological understanding? അപ്പൊ ഇവിടെ ഇത് അല്ലാത്തതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇസ് നോട്ട് എ സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അപ്പം ആൻ ഓർഗനൈസേഷൻ ലൈക്ക് ഹോസ്പിറ്റൽ ഓർ സ്കൂൾ. അപ്പം സോഷ്യോളജിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? അപ്പൊ മാരേജ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് പറയുന്നത് അല്ലെ. പക്ഷെ അതല്ലാതെ സോഷ്യോളജിയുടെ പെർസ്പെക്റ്റീവിൽ അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ആൻ ഓർഗനൈസേഷൻ ലൈക്ക് ഹോസ്പിറ്റൽ ഓർ സ്കൂൾ ഒക്കെ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ഇപ്പൊ ഒരു അക്കാഡമി അല്ലെങ്കിൽ എന്താണ് പറയാ, അതിനൊക്കെ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് നോർമലി അങ്ങനെയാണ്. സോഷ്യോളജി ഇൻസ്റ്റിറ്റ്യൂഷൻ റെഫേഴ്സ് ടു വേസ് ഓഫ് ഡൂയിങ് തിങ്സ്, റൂൾസ് ഓർ ബ്ലൂ പ്രിന്റ്സ് ഓർ നോട്ട് ഓർഗനൈസേഷൻ. അപ്പം എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക.
ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നത് which among the following is not a political factor of social change എന്നുള്ളതാണ്. ഏതാണ് പൊളിറ്റിക്കൽ ഫാക്ടർ, സോഷ്യൽ ചേഞ്ചിന്റെ പൊളിറ്റിക്കൽ ഫാക്ടർ അല്ലാത്തത് എന്നാണ് ഇവിടെ എഴുതാൻ പറഞ്ഞത്. അതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, മോർസ് ആൻഡ് ഫോക്ക് വേസ് ആണ്. ഇവിടെ മോർസ് ആൻഡ് ഫോക്ക് വേസ് ആർ കൾച്ചറൽ ഫാക്ടേഴ്സ്, നോട്ട് പൊളിറ്റിക്കൽ വൺസ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം, ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് കാസ്റ്റ് ഹാവ് എ ക്ലോസ് ലിങ്ക് വിത്ത് പൊളിറ്റിക്സ് ബിക്കോസ്. എന്താണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇവിടെ കാസ്റ്റ് ഹാവ് ബിക്കം വോട്ട് ബാങ്ക്സ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ കാസ്റ്റ് ഹാവ് ബിക്കം പൊളിറ്റിക്കൽ അവെയർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ബിക്കോസ് കാസ്റ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് പൊളിറ്റിക്സ് ആസ് എ വോട്ട് ബാങ്ക്സ്, അതുപോലെ ഇൻക്രീസ്ഡ് പൊളിറ്റിക്കൽ അവയർനെസ് ആൻഡ് എംപവർമെന്റ് ഓഫ് ലോവർ കാസ്റ്റ്. ഇത് മൂന്നും അതിന് ആപ്ലിക്കബിൾ ആണ്, അതിന് ആപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഓൾ ഓഫ് ദ അബവ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നു. ഇനി എട്ടാമത്തെ ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിറ്റൈനിങ് ടു ദ ആട്രിബ്യൂട്ട്സ് ഓഫ് എ സൊസൈറ്റി എന്നുള്ളതാണ്. ഇവിടെ ഡി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്? സൊസൈറ്റി ഇൻവോൾവ്സ് ഇന്റർഡിപെൻഡൻസ്, ലൈക്ക്നെസ്, അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ, അതുപോലെ കോപ്പറേഷൻ, കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം മിക്സ്ഡ് ആണ് അല്ലെ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നമുക്ക് ഓൾ ഓഫ് ദ എബവ് എന്നുള്ള ആൻസർ കൊടുക്കാം, ഓപ്ഷൻ ഡി. ഇനി അടുത്തത് നയൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ടു ബെനിഫിറ്റ് ഫ്രം സാൻസ്ക്രിറ്റൈസേഷൻ എ കാസ്റ്റ് മസ്റ്റ് മീറ്റ് സെർട്ടൻ കണ്ടീഷൻ, ഐഡന്റിഫൈ ദാറ്റ് വൺ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പൊ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഷുഡ് ഹാവ് വെരി പുവർ എക്കണോമിക് കണ്ടീഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ട് അത് കറക്റ്റ് ആൻസർ ആയി? ടു ബെനിഫിറ്റ് ഫ്രം സാൻസ്ക്രിറ്റൈസേഷൻ എ caste typically needs some economic strength, not very poor condition. So that why C is the correct answer. ഇനി പത്താമത്തെ ചോദ്യമാണ്, which of the following characteristics is shared by members of a community? അതിൽ കറക്റ്റ് ആൻസർ എന്താണ്? all of the above എന്ന് പറയുന്ന അതാണ്. കാരണം സെൻസ് ഓഫ് ബിലോങ്ങിങ്സ്, ഫീലിംഗ് ഓഫ് ക്ലോസ്നെസ്, ഷെയർഡ് കൾച്ചർ, ഇതൊക്കെ എന്താണ്? ഇതിന് അനുയോജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഓൾ ഓഫ് ദ അബവ് ഡി ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 11ാമത്തെ ചോദ്യമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ? 11ാമത്തെ ചോദ്യമാണ്, എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ബോട്ട് അണ്ടർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആസ് പെർ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഏത് അമെൻമെന്റ് വഴിയാണ്? 93rd, ഓപ്ഷൻ എ 93rd അമെൻമെന്റ് ആണ്. അപ്പം ദ 93rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ഫോർ ചിൽഡ്രൻ. അപ്പൊ നമുക്ക് എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് എന്താണ്? 12ാമത്തെ ചോദ്യം, വാട്ട് റിക്വയർമെന്റ്സ് മസ്റ്റ് എ കാസ്റ്റ് മീറ്റ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സെൽഫ് ആസ് എ ഡോമിനന്റ് കാസ്റ്റ് ഇൻ എ ഗിവൺ ഏരിയ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബവ് ആണ് ഇവിടെയും കറക്റ്റ് ആൻസർ. ഇനി 13ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ, some tribes essentially practice agriculture and are known as agricultural tribes. Some such tribes are ബിൽ ആൻഡ് മീന. ഏതൊക്കെയാണ് അതിലെ കറക്റ്റ് ട്രൈബ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാ? മുണ്ട, അതുപോലെ തന്നെ സന്താൾ ആൻഡ് ഒറയോൺ എന്ന് പറയുന്ന ട്രൈബ്സ് ആണ് വരുന്നത്. ദീസ് ട്രൈബ്സ് ആർ അഗ്രികൾച്ചറൽ ട്രൈബ്സ് പ്രാക്ടീസിങ് ഫാമിംഗ് ആസ് എ പ്രൈമറി ഓക്യുപ്പേഷൻ. അപ്പം ഇവിടെ അഗ്രികൾച്ചറൽ ട്രൈബ്സ് ആയിട്ട് വരുന്ന 3 ട്രൈബ്സ് ആണ് ഓപ്ഷൻ ബിയിൽ വരുന്നത്. ഓപ്ഷൻ ബി ആണ് 13ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. ഇനി 14ാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് നോട്ട് ട്രൂ അബൌട്ട് വർണ്ണവ്യവസ്ഥ. വർണ്ണവ്യവസ്ഥയെ കുറിച്ചിട്ടാണ് ചോദ്യം. അതിൽ വർണ്ണവ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ശൂദ്രാസ് ആർ അറ്റ് ദ സെക്കൻഡ് പൊസിഷൻ ആണോ ശൂദ്രാസ് വരുന്നത്? സെക്കൻഡ് പൊസിഷൻ അല്ല, ഏറ്റവും അവസാനത്തെ പട്ടികയിലാണ് അവരുള്ളത് അല്ലെ? ഇൻ വർണ്ണ സിസ്റ്റം ശൂദ്രാസ് ഓക്യുപ്പൈ ദ ലോവസ്റ്റ് പൊസിഷൻ ഇസ് നോട്ട് ദ സെക്കൻഡ്. അതുകൊണ്ട് എന്തായി? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി 15ാമത്തെ ചോദ്യം എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? കാണുന്നുണ്ടല്ലോ അല്ലെ? The third stage of population transition is characterized by
ഡാഷ് എന്താണ്? ലോ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ആണോ, അല്ലെ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷണൽ അവയർനെസ് ആണോ? ഏതാണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എങ്ങനെ കറക്റ്റ് ആൻസർ ആയി? ദ തേർഡ് സ്റ്റേജ് ഓഫ് പോപ്പുലേഷൻ ട്രാൻസിഷൻ ഫീച്ചേഴ്സ് ലോ ബർത്ത് ഡേറ്റ് റേറ്റ്സ്, അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ, ഇതെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 16ാമത്തെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാലിറ്റീസ് മാച്ചസ് വിത്ത് റൂറൽ വില്ലേജ് ലൈഫ് എന്നുള്ളതാണ്. അപ്പം റൂറൽ ലൈഫിനുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളതാണ് എഴുതേണ്ടത്. അപ്പം ഇവിടെ ഓപ്ഷൻ സി, കസ്റ്റംസ് ആൻഡ് റിച്വൽ ഡോമിനേറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം റൂറൽ ലൈഫ് ക്യാരക്ടറൈസ്ഡ് ബൈ ട്രഡീഷണൽ കസ്റ്റംസ് അൺലൈക്ക് അർബൻ എൻവയോൺമെന്റ്സ്, അതല്ലേ? അപ്പൊ കറക്റ്റ് ആൻസർ സി ആണ് വരുന്നത്. ഇനി 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഡസ് നോട്ട് മാച്ച് വിത്ത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ടെക്നിക് എന്നുള്ളതാണ്. ഒരു സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ടെക്നിക്ക് ഇങ്ങനെയാണ്, നമുക്ക് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ സി ആണ്. ലോട്ട് ഓഫ് ഫ്രീഡം ടു ചൂസ് ദ കോണ്ടന്റ് ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 18ാമത്തെ ചോദ്യം മുതൽ ഇപ്പം നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്, ട്രൂ ഓർ ഫോൾസ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരുന്നത് എന്താണ്? എക്സോഗമസ് ആണ്. രണ്ടാമത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്നത് സോഷ്യൽ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് 19th ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പം സോഷ്യൽ ചേഞ്ചസ് കൺസിഡേർഡ് ടു ബി വാല്യൂ ന്യൂട്രൽ എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ രണ്ടും ട്രൂ ആണ് വരുന്നത്. അപ്പൊ 19ൽ രണ്ടും ട്രൂ കൊടുത്തവർക്ക് ആ മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. 5 മാർക്കാണ്. 1 വേർഡിന്റെ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് 1 വേർഡിൽ എഴുതേണ്ട ആൻസേഴ്സ് ആണ്. When a husband imitates the behavior of his wife during pregnancy, the child birth such kinship behavior is referred to coward എന്നുള്ളതാണ്. ഇനി അടുത്ത എന്താണ്? അടുത്ത രണ്ടാമത്തതിന്റെ the joint family where extension of family is along vertical lines implying parents live with the one of the sons is called stem family എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് വൺ തേർഡ് വൺ എന്താണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്? തേർഡ് വൺ ചോദിച്ചിരിക്കുന്നത് എ ഫാമിലി വിച്ച് എ പേഴ്സൺ സെറ്റ്സ് അപ്പ് ആഫ്റ്റർ മാരേജ് ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫാമിലി. ഇനി അടുത്ത എന്താണ്? socially defined set of relationship between two persons who are related by birth, marriage or adoption, and its basic unit of society is known as family. And അഞ്ചാമത്തത് എന്താണ് ചോദ്യം? all the consanguineal blood relatives who claim their descent from a non-common ancestor or ancestors is referred to as clan എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഇതൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ ആൻസർ എഴുതാൻ വേണ്ടി പഠിച്ചവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അതിൽ ഒന്നാമത്തത് 641 ആണ് വരുന്നത്. രണ്ടാമത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ സദേൺ ആണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് ട്രൂ ഓർ ഫോൾസ് കണ്ടുപിടിക്കാനുള്ളതാണ്. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു 22ാമത്തെ ചോദ്യത്തില്. അത് ജസ്റ്റ് ഞാൻ ആ കറക്റ്റ് ആൻസർ മാത്രം പറയാം. ഒന്നാമത്തത് ട്രൂ ആണ്, രണ്ടാമത്തത് ഫോൾസ് ആണ്, മൂന്നാമത്തത് ട്രൂ ആണ്. ഇങ്ങനെയാണ് എഴുതിയതെങ്കിൽ 3 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത ചോദ്യം നോക്കാം. മാച്ച് ദ കോളംസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇതില് മാച്ച് ദ കോളംസിൽ കോളം എ ടു കോളം ബി നിങ്ങൾ മാച്ച് ആയിട്ടുള്ളത് എഴുതാണ് വേണ്ടത്. കറക്റ്റ് മാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്നാമത്തത് സി ആണ് കറക്റ്റ് മാച്ചിങ് വരുന്നത്, രണ്ടാമത്തത് ഡി ആണ് കറക്റ്റ് മാച്ചിങ് വരുന്നത്, മൂന്നാമത്തത് എഫ് ആണ് കറക്റ്റ് മാച്ചിങ്, നാലാമത്തത് എ ആണ് കറക്റ്റ് മാച്ചിങ്. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24ാമത്തെ ചോദ്യം 4 മാർക്കിന്റെ ആണ്. സബ് ക്വസ്റ്റ്യൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. പാരഗ്രാഫ് എന്തിനാണ്? റിലീജിയസ് കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു പാരഗ്രാഫ് ആണ്. ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ ഈ പാരഗ്രാഫ്. ഇതൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കുക, അല്ലെ ആൻസർ ഒക്കെ നിങ്ങൾ ഏതാ എഴുതിയെന്നുള്ളത് നോക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്ന എന്താണ്?
ഇവിടെ വാട്ട് ആർ ദ പീപ്പിൾ ഹു മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ബ്രിങ് അലോങ് എന്നുള്ളതാണ്. അവിടെ ദേ ബോട്ട് ദെയർ കൾച്ചേഴ്സ് ഇൻക്ലൂഡിങ് റിലീജിയൻ കോൺട്രിബ്യൂട്ടഡ് ടു ഇന്ത്യ ഡൈവേഴ്സ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇന്ത്യയിൽ വന്നതിന് ശേഷം അവരുടെ കൾച്ചേഴ്സ് സംസ്കാരത്തിനെയാണ് എന്താണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാവുന്നതേ ഉള്ളൂ ആൻസർ. സെക്കൻഡ് വൺ ഇന്ത്യസ് കൾച്ചറൽ കമ്പോസിറ്റിനെ കുറിച്ചാണ് എഴുതിയിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലനേഷൻ മിസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എഴുതാം. നെക്സ്റ്റ് ഏതൊക്കെയാണ് റിലീജിയസ് ഇന്ത്യൻ റിലീജിയസ് നെയിം ദ ഇന്ത്യൻ റിലീജിയൻസ് ദാറ്റ് ആർ ഓഫ് ലോക്കൽ ഒറിജിൻ എന്നുള്ളതാണ്. അപ്പൊ ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, സിഖിസം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അതൊക്കെ ഈ പാരഗ്രാഫിൽ തന്നെ ആൻസർ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ആ ഒരു പാരഗ്രാഫ് അവിടെ ഉണ്ട്. ഇനി 25ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ചോദ്യമാണ്. ഒരു റീസൺ അതുപോലെ തന്നെ അസേർഷൻ മെത്തേഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേ ടൈപ്പാണ് ഇപ്പൊ PSC ഒക്കെ ചോദിക്കുന്നത്. അതേപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ആൻസർ ദ ഫോളോയിങ് അസേർഷൻ ആൻഡ് റീസണിങ്. അപ്പം ഇതില് അസേർഷൻ ആണോ കറക്റ്റ്, അല്ലെ റീസൺ കറക്റ്റ് ആണോ, അല്ലെ അസേർഷനും റീസണും കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തത് ഇവിടെ കുറെ അസേർഷനും റീസണും ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ. ഈ ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ് ഒന്നാമത്തതിന്റെ. രണ്ടാമത്തതിന്റെ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. നാലാമത്തതിന്റെ വരുന്നത് ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സെക്ഷൻ B ആണ്. സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 100 വേർഡിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ എന്തിനൊക്കെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്? ഹൗ ഡിഡ് റോബർട്ട് മെർട്ടൺ ഡിഫർ ഫ്രം ദ വ്യൂസ് ഓഫ് ഹെർബർട്ട് സ്പെൻസർ ഈവൻ ദോ ബോത്ത് വെർ ഫങ്ഷണലിസ്റ്റ്. രണ്ടുപേരും ഫങ്ഷണലിസ്റ്റ് ആണ്, പക്ഷെ അവർ പറയുന്ന എങ്ങനെയാണ് അവരുടെ വ്യൂസ് ഡിഫറെന്റ് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ ആൻസറിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഫങ്ഷണലിസ്റ്റോട് ഉള്ള സമീപനത്തിൽ റോബർട്ട് മെർട്ടൺ അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസറിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പെൻസർ സമൂഹത്തെ ഒരു സമൂഹ ജീവിയായാണ് വീക്ഷിച്ചതെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ സ്ഥിരത നിലനിർത്താൻ യോജിപ്പിക്കൽ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. അതുപോലെ തന്നെ മറുവശത്ത് സാമൂഹിക ഘടനകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രതികൂലമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടാണ് മെർട്ടൺ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് രണ്ടുപേരുടെയും വ്യൂ പോയിന്റ്സിനെ ഡിഫർ ചെയ്തിട്ടുള്ള ആ ഒരു മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ഇത്തരത്തിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ റോബർട്ട് മെർട്ടൺ ഡിഫർ ഫ്രം ഹെർബർട്ട് സ്പെൻസർ ഇൻ ഹിസ് അപ്രോച്ച് ഓഫ് ഫങ്ഷണലിസം എന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സ്പെൻസർ വ്യൂഡ് സൊസൈറ്റി ആസ് എൻ ഓർഗാനിസം, എംഫസൈസ്ഡ് that part worked in harmony and maintained stability, and Merton on the other hand introduced the concept of deep functions, അതായത് acknowledging that certain social structures. ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന് ആൻസേഴ്സ് എഴുതി എടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ ആൻസേഴ്സ് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ അതിൽ എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി എന്നുള്ളതൊക്കെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പം മിസ്സിന് അറിയാലോ എത്ര പേർക്ക് ആൻസർ നമ്മളെ ഒരു ആൻസർ കീ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഹെൽപ്ഫുൾ ആയി എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തു, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ളതൊക്കെ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. Next, social stratification is one type of social inequality. Give reasons to support the above statement എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചിട്ട്, സാമൂഹ്യവൽക്കരണത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യലൈസേഷൻ ആണല്ലേ, സാമൂഹ്യ ശ്രേണീകരണത്തിനെ കുറിച്ചിട്ടൊക്കെ നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആൻസേഴ്സ് കൊടുക്കാവുന്നതാണ്. പിന്നെ എങ്ങനെയാ കൊടുക്കുക? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ റെഫേഴ്സ് ടു ദ ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ, ഒരു സാമൂഹ്യ ശ്രേണീകരണമാണ്. അപ്പൊ എങ്ങനെയാണ്? സമ്പത്ത്, അധികാരം, വിദ്യാഭ്യാസം, പദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സമൂഹത്തിലെ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ ശ്രേണീപരമായ ക്രമീകരണത്തെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്.
ശ്രേണീവൽക്കരണം, സാമൂഹ്യ ശ്രേണീവൽക്കരണം എന്ന് വേണമെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ പറയാം അല്ലെ. സാമൂഹ്യവൽക്കരണം സോഷ്യലൈസേഷൻ ആണ്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശ്രേണീകരണത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ബ്രീഫ് ആയിട്ട് ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. 28th ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 28th ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പൊളിറ്റിക്കൽ കോസസ് ഓഫ് പോവർട്ടി എന്നുള്ളതാണ്. അപ്പൊ ദാരിദ്ര്യത്തിന്റെ കാരണമാകുന്ന പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പൊളിറ്റിക്കൽ കോസസ് ഓഫ് പോവർട്ടി ഇൻക്ലൂഡ് പുവർ ഗവർണൻസ്, ഒക്യുപ്പേഷൻ, ലാക്ക് ഓഫ് എഫക്റ്റീവ് പോളിസീസ് അല്ലെ. നമുക്ക് പൊളിറ്റിക്കൽ എന്ന രാഷ്ട്രപരമായിട്ട് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാ നമുക്ക് പറയാൻ പറ്റുക? ഒരു എന്താണ്, ഭരണത്തിൽ നിന്നുണ്ടാകുന്ന അഭാവങ്ങൾ, അതുപോലെ നല്ല പോളിസികൾ ഇല്ലാത്തത്, അങ്ങനെ പല കാരണങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും അല്ലെ. കറപ്ഷൻ ഉള്ള കാരണവും, ഒരു സമൂഹത്തിൽ ഒരുപാട് കറപ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഐക്യം കുറവായിരിക്കും അല്ലെ, ആളുകൾ തമ്മിൽ അസമത്വം ഉണ്ടാവും. അങ്ങനെ പല കാരണങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് അത് വഴിതെളിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ എഴുതാവുന്നതാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞത് തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എത്ര പേർക്ക് എത്ര മാർക്കൊക്കെ കിട്ടി എന്നുള്ളത് മിസ്സിന് അറിയാലോ. അതുപോലെ തന്നെ ഇനി ബാക്കി സബ്ജക്റ്റുകളുടെ ഒക്കെ ഇതുപോലത്തെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ 2024 ഒക്ടോബർ ബാച്ചിൽ പബ്ലിക് എക്സാമിനേഷൻ എഴുതിയവർക്ക് നിങ്ങൾ എത്ര മാർക്കിനൊക്കെ എഴുതി എന്ന് അറിയാനും, ഇനി അടുത്ത ബാച്ചിൽ 2025 ഏപ്രിൽ ബാച്ചിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്ന് അറിയാനും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത സബ്ജക്റ്റുകളുടെ ഒക്കെ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. NIOSന്റെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്കൊരു ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സോഷ്യോളജിയുടെ തന്നെ കംപ്ലീറ്റ്ലി സോൾവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ ലേൺ സ്റ്റോർ വഴി എടുക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ വെബ്സൈറ്റ് ലിങ്കും മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ ഇത് വ്യൂ ചെയ്യാവുന്നതാണ്. ആ ഒരു ഈ ലേൺ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ബൈ ചെയ്താൽ മതി. വളരെ കുറഞ്ഞ പൈസ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ബൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റിന്റെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.